ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മുട്ടയുടെ വെള്ള വെച്ചുള്ള ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. മുഖത്ത് നല്ല നിറം വയ്ക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖക്കുരൊക്കെ മാറാനും ഈ മുട്ടയുടെ വെള്ള അടിപൊളിയാണ്. പക്ഷേ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, കരിവാളിപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം മാറി കിട്ടും. പിന്നെ ചുളിവുകൾ നല്ലവണ്ണം മാറാനും ഈ മുട്ടയുടെ വെള്ള അടിപൊളിയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ള ഏത് പ്രായക്കാർക്കും മുതൽ തേക്കാം കേട്ടോ. അതായത് 35 വയസ്സിന് ശേഷം എല്ലാവരും ഈ ഒരു മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്കൊക്കെ തേച്ചോളൂ. ചുളിവുകളൊക്കെ നല്ലോണം കുറയ്ക്കാനും ഈ ഒരു മുട്ടയുടെ വെള്ളം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം വെച്ചുള്ള ഫേസ് പാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കാട്ടോ. കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, മുട്ടയുടെ വെള്ള നമുക്ക് അത് തന്നെ മതി കേട്ടോ. തന്നെ മുട്ടയുടെ വെള്ള തന്നെ മുഖത്ത് തേച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്നതന്നെയാണ്. മുട്ടയുടെ വെള്ള തന്നെ നമ്മുടെ മുഖത്ത് തേച്ചാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മുഖക്കുരു ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറി കിട്ടും. ചുളിവുകളുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയുകയും ചെയ്യേ. അപ്പോൾ നമുക്ക് കഴുത്തിലും മുഖത്തും ഒക്കെ ആയിട്ട് 1 സ്പൂൺ മുട്ടയുടെ വെള്ള ഇതുപോലെ ഒന്ന് തേക്കുക. ഒരു 10 മിനിറ്റ് അത്രയും മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കഴുകി കളഞ്ഞ ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്ത് ഒരു പാടുപോലും ഉണ്ടാവില്ല, മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്നാമത്തെ ടിപ്പ്, മുട്ടയുടെ വെള്ള തന്നെ തേക്കുന്നത് മൂന്നാമത്തെ ടിപ്പ് കേട്ടോ. രണ്ടാമത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ വെള്ളയിൽ, ഈ മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ 1 സ്പൂൺ മുട്ടയുടെ വെള്ള എടുക്കാട്ടെ. ഇത് മുഖത്തും കഴുത്തിലേക്കാൻ അത് മതിയാവും കേട്ടോ. അപ്പം മുട്ടയുടെ വെള്ളയിലോട്ട് ഒരു 3-4 തുള്ളി ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. അതായത് മുട്ടയുടെ വെള്ളയും ഈ ചെറുനാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ട് സ്പൂൺ വെച്ചോ അതിൽ നമ്മൾ കൈ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഡ്രൈ ആകുമ്പോൾ കഴുകിക്കളയാം കേട്ടോ. ഇത് ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. നമ്മുടെ മുഖത്ത് കാണുന്ന കുരുക്കളുണ്ടാവില്ല, ആ കുരുക്കളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവുക. ഇത് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയിലോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുനാരങ്ങ നീര് അതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തേന്. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വെച്ചാൽ അടിപൊളി സാധനം. കാരണം നമ്മൾ തേനും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് സൂപ്പർ തന്നെയാണ് കേട്ടോ. മുട്ടയുടെ വെള്ള, ചെറുനാരങ്ങയുടെ നീര്, ഇത്തിരി തേന്, ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേനും മുട്ടയുടെ വെള്ളയും മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ തേന് വേറെ, മുട്ടയുടെ വെള്ള വേറെ, ചെറുനാരങ്ങയുടെ നീര് വേറെ, എല്ലാം വേറിട്ടിരിക്കും. അപ്പോൾ കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം മതി. ഇത് ഡെയിലി തേക്കാനേ പാടില്ല കേട്ടോ. ഇത് മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പാണ് മുൾട്ടാണി മിട്ടിയില്ലേ, മുൾട്ടാണി മിട്ടി എടുക്കുക. എന്നിട്ട് അതിലോട്ട് മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട്, മുഖക്കുരു ഉള്ളവർക്കാട്ടോ ഈ ഒരു പാക്ക് ഏറ്റവും നല്ലത്. നല്ലവണ്ണം അങ്ങ് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ നല്ല വൃത്തി കഴുകാം കേട്ടോ. മുഖം നല്ല നിറം വയ്ക്കാൻ അടിപൊളി സംഭവമായിട്ട് മുൾട്ടാണി മിട്ടി. അപ്പോൾ മുൾട്ടാണി മിട്ടിയുടെ കൂടെ നമ്മൾ മുട്ടയുടെ വെള്ളം കൂടെ ചേർക്കുമ്പോൾ സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ വെള്ളം വൃത്തി കഴുകി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. കാരണം മുൾട്ടാണി മിട്ടി നമുക്കറിയാം, നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ വലിച്ചെടുക്കുന്ന സാധനമാണ് മുൾട്ടാണി മിട്ടി. പിന്നെ മുട്ടയുടെ വെള്ളയാണെങ്കിലും നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ വലിച്ചെടുക്കുന്ന സാധനമാണ്. അപ്പം ഒത്തിരി അങ്ങ് ഡ്രൈ ആവും നമ്മുടെ മുഖം കേട്ടോ. അന്നേരം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് മുഖത്ത് തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു പാക്കാണ്. ഇനി അടുത്ത ഫേസ് പാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ് ഇല്ലേ, ഓട്സ് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ നല്ല ഒരു എന്താ പറയുക, നല്ല പൊടിഞ്ഞെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവരുത്, നല്ലോണം പൊടിച്ചങ്ങ് എടുക്കുക. അതിലോട്ട് ഈ മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഓട്സും മുട്ടയുടെ വെള്ളയും മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും.
മറ്റുള്ള മറ്റുള്ള ആ ഫേസ് പാക്ക് പോലൊന്നല്ല, ഇത്തിരി പാടായിരിക്കും. കാരണം ഓട്സ് വേറെ, മുട്ടയുടെ വെള്ളം എല്ലാം വേറിട്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിക്സിയുടെ ജാറിലൊക്കെ കിട്ടുന്ന ഒരു അടി അങ്ങ് അടിക്കട്ടെ. അപ്പോൾ അടിച്ചങ്ങ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാക്ക് നന്നായിട്ട് ഇങ്ങനെ പാല് പോലെ ഇരിക്കും കേട്ടോ. ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2-3 തവണ കൂടുതൽ ഇടരുത്. നമ്മുടെ സ്കിന്ന് ഒത്തിരി അങ്ങ് ഡ്രൈ ആകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിർബന്ധമാട്ടോ. ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും തേക്കുക. ഇപ്പോൾ ഒന്നില്ലെങ്കിലും അലോവേറ ജെല്ലില്ല, അതായാലും നല്ല തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മുട്ടയുടെ വെള്ളം വെച്ചുള്ള ഒരുപാട് ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫേസ് പാക്കിന് വാരം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഫേസ് പാക്ക് നിങ്ങൾ മുഖത്ത് തേക്കണം കേട്ടോ. അപ്പോൾ മുഖത്തിലെ പാടൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവാനും മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നേ. ഇന്ന് രാവിലെ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. 2 പൂച്ചക്കുഞ്ഞുങ്ങളെ, ഒരു കറുമ്പനും ഒരു വെളുമ്പിന്ന് പറയാൻ പറ്റില്ല. തലയുടെ ഭാഗത്തും വാലിൻ്റെ ഭാഗത്തും കുറച്ച് കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ എന്ത് ക്യൂട്ടല്ലേ. നമ്മുടെ അടുപ്പിൻ്റെ താഴെ ഒരു ചാക്കൊക്കെ വിരിച്ച് അതിന് കിടത്താനൊക്കെ സൗകര്യങ്ങളൊക്കെ കൊടുത്തതാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, ആ അമ്മപ്പൂച്ച എടുത്ത് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, കട്ടിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇങ്ങനെ അവസാനം എന്താ നമ്മുടെ സെറ്റിൻ്റെ മുകളിൽ. എന്നാൽ പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയേ. അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് വമ്പയർ തോരനാട്ടോ. ചേട്ടായിക്കും പിള്ളേർക്കൊക്കെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ ദിവസവും എന്ത് കറി ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഞാൻ വിളിച്ചു കുറച്ച് വമ്പയർ അങ്ങ് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് ചേട്ടായിക്ക് സ്പെഷ്യലാട്ടോ, സവാള തോരൻ. സവാള തോരൻ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചേട്ടായിക്ക് വേണ്ടി മാത്രം ഞാൻ സവാള തോരൻ കുറച്ച് ഉണ്ടാക്കിയോളൂ. പിന്നെ വമ്പയർ തോരനുണ്ട്, പിന്നെ കുറച്ച് മോരുകറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി ചമ്മന്തിയും കൂടി ഉണ്ടായാൽ പിന്നെ രാവിലത്തെ കറി ഉണ്ടാക്കലൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ട്രെയിനിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബസ്സിൽ പോകുന്നതിനേക്കാൾ ബസ് ഭയങ്കര ക്ഷീണം, ഛർദ്ദിക്കുകയും ചെയ്യും. ഗുളിക കഴിച്ചാലോ ഭയങ്കര ക്ഷീണം അല്ലേ. ഛർദ്ദിന്റെ ഗുളിക കഴിച്ചാല് ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഈ പ്രാവശ്യം ട്രെയിനിൽ പോകാതെ വാവച്ചി പറയുന്നത്. കുഞ്ഞാറ്റ പറഞ്ഞത് വേണ്ട ബസ്സിന് പോകാമെന്ന് പറയുന്നത്. ഇനിയും കിടക്കുന്നത് 3-4 മാസം കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെ ഉള്ളതാണ്. ഇനി വീട്ടിൽ പോകാൻ മാർച്ചിലല്ല ഏപ്രിൽ മാസത്തിലാണല്ലോ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു യാത്രകളും അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ ഞങ്ങൾ നോക്കട്ടോ. വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ വീട്ടിൽ പോകുന്നുള്ളൂ. അപ്പോൾ വാവച്ചിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടോ. വാവച്ചിക്ക് ഈ മുടി ഇങ്ങനെ സൈഡിൽ കൂടി പിന്നിയിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ആട്ടേറ്റ് ഇഷ്ടം. ക്ലാസ്സിൽ ഫസ്റ്റ് ആട്ടോ, എല്ലാത്തിനും ഫസ്റ്റാണ്. ഇവിടെ മഞ്ഞൊക്കെ കാണിച്ചോട്ടെ. മഞ്ഞ് പോയാൽ നോക്കി കുഞ്ഞാ. ദേ ഇങ്ങോട്ട് നല്ല മഞ്ഞാണ് കേട്ടോ. മഞ്ഞൊക്കെ മൂടി ആകെ തണുത്ത് വിറച്ച് അയ്യോ ഒരൊന്നും പറയണ്ട. അപ്പോൾ ഒരു വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയാവാണ്. അങ്ങനെ പിള്ളേരുടെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് ഞാൻ പിന്നെ ചോറൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് ചോറൊക്കെ എടുത്ത് വെച്ചായിരുന്നേ. ഉണ്ണിക്കുട്ടിന് പപ്പടം വേണം. പിന്നെ ഉണ്ണിക്കുട്ടി സ്കൂളിൽ നിന്നാട്ടോ ചോറ് കഴിക്കണത്. പിന്നെ ചേട്ടായിക്ക് ചോറും കറികളെല്ലാം എടുത്ത് വെച്ച്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഇനി പിള്ളേരെ കൊണ്ടുവിടാൻ നോക്കുവാണ് കേട്ടോ. കൊണ്ടുപോകാൻ ഇടയ്ക്കിതാ നമ്മുടെ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ, ഉണ്ണിക്കുട്ടനെ ചേട്ടായി സ്പെഷ്യലായിട്ട് സ്കൂട്ടി കൊണ്ടുവിട്ടിട്ടുണ്ട്. അവന് നടക്കാൻ പറ്റുന്നില്ല അത്ര. അങ്ങനെ ചേട്ടായി അവനോട് കൊണ്ടുവിട്ടു. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തിയായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഭയങ്കര സന്തോഷമാണ് പപ്പയുടെ കൂടെ വന്നിരിക്കുന്നത്. അവന് സ്റ്റാറായേ. വരുന്ന വഴിക്ക് ഞാൻ തോട്ടിലെ വെള്ളം ഒന്ന് വീഡിയോ എടുത്തായിരുന്നേ. ഒത്തിരി വെള്ളമൊന്നും ഇല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇതാ കാണുന്ന മലയിലാട്ടെ നമ്മുടെ വീട്. അപ്പോൾ എന്തോരം നടക്കണമല്ലേ, പാവം ഞാൻ. ഇതാ കാപ്പിക്കുരിൻ്റെ സീസണായിട്ടോ. ഇത് കുറച്ച് കാപ്പിക്കുരു പറിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഞങ്ങൾ കാപ്പിക്കുരു ഉണക്കിയിട്ട് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നേ. പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ. ഉരലിട്ട് കുത്തിപ്പൊടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അവിടെ ഞങ്ങളിപ്പോൾ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. എനിക്ക് നല്ലോണം പഴുത്തതൊക്കെ ഉണ്ട് കണ്ട. ഒരു കിളികൾ ഒരുപാട് വരുവേ ഈ കാപ്പിക്കുരു തിന്നാനൊക്കെ ആയിട്ട്. നല്ല പഴുത്ത കാപ്പിക്കുരു തിന്നാൻ വരും കേട്ടോ. പച്ച കാപ്പിക്കുരു അല്ല, പഴുത്ത കാപ്പിക്കുരു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.